നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പേർ കുറ്റക്കാർ. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ. കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്ന് ദിലീപ്. മഞ്ജുവിന്റെ പേരെടുത്തു പറഞ്ഞ വിമർശനം. കരിയറും ഇമേജും ജീവിതവും തകർക്കാൻ ഗൂഢാലോചനയെന്നും പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും ദിലീപ്. നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്ന താരസംഘടന അമ്മയുടെ പോസ്റ്റ്. നേരത്തെ എഴുതിവെച്ച വിധിയെന്ന് ഭാഗ്യലക്ഷ്മി. സിനിമാ സംഘടനകളിലേക്ക് ദിലീപിനെ തിരിച്ചെടുത്തേക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ വിധിയെഴുതും. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ 6 മണി വരെ. വോട്ടുറപ്പിച്ച് മുന്നണികൾ. വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസും. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന 2ാം കേസിലെ അതിജീവിതയുടെ മൊഴി. കരഞ്ഞു കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നും ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായെന്നും അതിജീവിത. 2ാം കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ചർച്ചയിൽ കോൺഗ്രസിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിങ്ങൾക്ക് അനിഷ്ടമെന്ന് കണ്ട ജിന്നയ്ക്കൊപ്പം നെഹ്റുവും വന്ദേമാതരത്തെ എതിർത്തുവെന്ന് ലോക്സഭയിൽ മോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ചവരെ പ്രധാനമന്ത്രി അപമാനിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി. BJP വന്ദേമാതരത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് അഖിലേഷ് യാദവ്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പിന്തുണ. അമേരിക്കയുടെ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് വ്ളാഡിമിർ സെലൻസ്കി. നെതന്യാഹു ട്രംപ് ചർച്ച ഡിസംബറിൽ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി. ഗൂഢാലോചന കുറ്റത്തിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. ഇവരെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച വിധിയിന്മേൽ വാദം കേട്ട ശേഷം ശിക്ഷ വിധിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട് 8 വർഷം പിന്നിടുമ്പോഴാണ് നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി ദൃശ്യങ്ങൾ പകർത്തി എന്നതാണ് കേസ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, IT ആക്ടിലെ വിവിധ വകുപ്പുകൾ തുടങ്ങിയ കുറ്റങ്ങളാണ് 6 പേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. വളരെ ഗൗരവതരമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തതെന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചു. ദിലീപിനൊപ്പം 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി മേസ്തിരി സനിൽ, 15ാം പ്രതി ശരത്ത് എന്നിവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു. ക്രിമിനൽ ഗൂഢാലോചനയടക്കം ദിലീപിനെതിരായ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ജയിലിൽ വെച്ച പൾസർ സുനിയെ ദിലീപിന്റെ ആളുകളുമായി ബന്ധപ്പെടാൻ സഹായിച്ചതിന് മേസ്തിരി സനിലിനെതിരെയും തെളിവ് നശിപ്പിച്ചതിന് ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെതിരെയും തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. It is not the final verdict, it's the first verdict and it will not end up here and it will continue and we will continue the fight till the complete justice is brought to the victim. കുറ്റക്കാരായി കണ്ടെത്തിയ 6 പ്രതികളെയും റിമാൻഡ് ചെയ്തു. വിധിയിൽ 12ാം തീയതി വാദം നടക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി പ്രസ്താവിക്കുക. അമൃത ന്യൂസ്, കൊച്ചി.
കേസിൽ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും എല്ലാം തുടങ്ങിയത് ദർബാർ ഹാളിൽ ഗ്രൗണ്ടിൽ നടന്ന അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണെന്നും ദിലീപ്. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് ആരോപിച്ചു. സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചുവെങ്കിലും തുടർ നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയും പ്രതികരിച്ചു. മഞ്ജു വാര്യരുടെ ക്രിമിനൽ ഗൂഢാലോചന എന്ന പരാമർശത്തിൽ നിന്നാണ് കേസിന്റെ ഗൂഢാലോചന തന്നിലേക്ക് നീണ്ടതെന്ന് ദിലീപ് പറഞ്ഞു. യഥാർത്ഥ ഗൂഢാലോചന തന്നെ പ്രതിയാക്കി കരിയറും ജീവിതവും നശിപ്പിക്കാനായിരുന്നു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ദിലീപ് നന്ദി പറഞ്ഞു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞതെന്നാണ് എനിക്കെതിരെയുള്ള പോലീസ് സംഘം ഒരു കള്ളക്കഥ മെഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. വിചാരണയ്ക്കിടയിൽ 2 പ്രോസിക്യൂട്ടർമാർ ഒഴിവായത് കേസ് നിലനിൽക്കില്ലെന്ന പൂർണ്ണ ബോധ്യത്തിലാണെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള പ്രതികരിച്ചു. നീതിയുക്തമായ വിധി, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയുക്തമായ വിധി, വളരെ തെളിവുകൾ പരിശോധിച്ച് അതിൽ എടുക്കാൻ പറ്റിയ തീരുമാനം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ജഡ്ജ്മെൻറ്റ് കണ്ടില്ല. ഫൈനൽ വെർഡിക്റ്റ് കേസിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന തീരുമാനം. ഒരു തെളിവ് പോലും ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒന്നും സത്യസന്ധമല്ല, എല്ലാം കെട്ടിച്ചമച്ചാലും ബോധ്യമാകും. അപ്പം കേസ് ഇപ്പോൾ ഒന്നും തീരുന്നില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യല്ലോ. എന്നെ അപ്പീൽ കൊടുക്കും, സുപ്രീം കോടതി പോകും. അത് കഴിഞ്ഞല്ലേ വെള്ളി എടുക്കാൻ പറ്റുള്ളൂ. നടൻ ദിലീപിനെ വെറുതെ വിട്ടതോടെ കോടതിക്ക് പുറത്ത് ഫാൻസ് അസോസിയേഷൻ ലഡു വിതരണം ചെയ്തു. ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിന് മുന്നിലും ആരാധകർ മധുരം വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നുവെന്ന് താരസംഘടനയായ അമ്മ മുൻകൂട്ടി നിശ്ചയിച്ച എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു ഇന്ന് നടന്നത്. അംഗങ്ങൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്നും അമ്മ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദിലീപിനെ തിരിച്ചെടുക്കുന്നത് ചർച്ചയായെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജനറൽ ബോഡിയാണെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് അമ്മ ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല. കൊച്ചിയിലെ അമ്മ ഓഫീസിൽ എക്സിക്യൂട്ടീവ് യോഗം നടന്നിരുന്നുവെങ്കിലും പ്രസിഡന്റ് ശ്വേതാ മേനോനും സെക്രട്ടറി കുക്കു പരമേശ്വരനും പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു. പിന്നീട് വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രതികരണം അറിയിച്ചത്. കോടതി വിധിയെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നുവെന്ന ഒറ്റ വരിയിലായിരുന്നു പ്രതികരണം. എന്നാൽ ദിലീപിനെ തിരിച്ചെടുക്കുന്നത് ചർച്ചയായെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജനറൽ ബോഡിയാണെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. ഇത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും. വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. രണ്ടുപേരും നമ്മുടെ കൊളീഗ്സാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും. അത് ഞാൻ എവിടെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ നടൻ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അന്ന് താരസംഘടന തീരുമാനമെടുത്തത്. പിന്നീട് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് വിവാദമായതോടെ താരസംഘടനയിലേക്ക് ഇല്ലെന്ന് ദിലീപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റായി പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോഴും ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ ചർച്ച നടന്നിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതെന്നാണ് അമ്മയുടെ വിശദീകരണം. അംഗങ്ങൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്നും അമ്മ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ നിരാശയാണ് പലരും പങ്കുവച്ചത്. അവൾക്കൊപ്പമെന്ന് മന്ത്രിമാർ ആവർത്തിച്ചു. പ്രതികളെ ശിക്ഷിച്ചതിൽ ആശ്വാസമുണ്ടെന്നും ഈ നിമിഷം PT തോമസിനെ ഓർക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിധിയിൽ നിരാശയുണ്ടെന്നും എന്നാൽ അത്ഭുതമില്ലെന്നും തിരക്കഥാകൃത്തും WCC അംഗവുമായ ദീദി ദാമോദരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. എത്ര ഉന്നതന്മാരായാലും സർക്കാർ എന്നും അതിജീവിതകൾക്കൊപ്പമായിരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണ്, കുറ്റവാളിയാണെങ്കിൽ നിയമത്തിനോട് കൂട്ടും. അതിജീവിതയുടെ പോരാട്ടത്തിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അതീവ ഗൗരവത്തോടെയാണ് വിഷയത്തെ കാണുന്നതെന്നും മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെന്റ് നൽകും. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്നും നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്വാഭാവികമായും അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിന്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും. പ്രതികളെ ശിക്ഷിച്ചതിൽ ആശ്വാസമുണ്ടെന്നും ഈ നിമിഷം PT തോമസിനെ ഓർക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PT തോമസിന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കേസ് ഇല്ലാതാകുമായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് MLA ആയിരുന്ന, തൃക്കാക്കര MLA ആയിരുന്ന ശ്രീ PT തോമസിന്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. വിധിയിൽ തൃപ്തിയില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്നും ഭരണകൂടം പ്രതികളെ സംരക്ഷിച്ചുവെന്നും KK രമ MLA പ്രതികരിച്ചു. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. ഗൂഢാലോചന കുറ്റം തെളിയിക്കൽ എപ്പോഴും ഒരു വെല്ലുവിളിയാണെന്നാണ് അന്വേഷണ സംഘം മുൻ മേധാവി B സന്ധ്യയുടെ പ്രതികരണം. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാമെന്നും B സന്ധ്യ പറഞ്ഞു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. കോടതിയിൽ നിന്നുണ്ടായത് എന്ത് നീതിയെന്നാണ് പാർവതി തിരുവോത്ത് ചോദിച്ചത്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇതെന്നും പാർവതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നടിക്കൊപ്പമെന്ന് ആവർത്തിച്ച് നടി റിമ കല്ലിങ്കലും രംഗത്തെത്തി. വിധിയിൽ നിരാശയുണ്ടെന്നും എന്നാൽ അത്ഭുതമില്ലെന്നും തിരക്കഥാകൃത്തും WCC അംഗവുമായ ദീദി ദാമോദരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു. ഇതില് വലിയ നിരാശയുണ്ട്. നിരാശ ഈ കോടതി വിധി കൊണ്ടല്ല, ഇത്തരം കേസുകൾക്ക് എല്ലാം ഒരേ പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ വലിയ നിരാശയുണ്ട്. നമ്മുടെയൊക്കെ ഒരു നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയാണ് തകിടം മറിഞ്ഞു പോയത്. വിധി നീതി നിഷേധമെന്നാണ് സാമൂഹിക പ്രവർത്തക K അജിത പറഞ്ഞത്. മേൽക്കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചതായി അതിജീവിത അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ പകർപ്പും സീൽ വെച്ച കവറിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. വിധി പറയുന്നതുവരെ കടുത്ത നടപടികൾ എടുക്കരുതെന്നും പ്രോസിക്യൂഷന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ കേസിൽ രാഹുലിനെ കൂടുതൽ കുരുക്കിലാക്കുന്ന അതിജീവിതയുടെ മൊഴിയുടെ പകർപ്പ് സീൽ വെച്ച കവറിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. ക്രൂരമായ പീഡനത്തിനാണ് താൻ ഇരയായതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതായി പരാതി നൽകിയ ബംഗളൂരുവിലെ താമസക്കാരിയായ 23-കാരി മൊഴി നൽകിയിരിക്കുന്നത്. പൂങ്കൊഴിലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് യുവതിയുടെ മൊഴിയെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ ബന്ധം സ്ഥാപിച്ചത്. സംസാരിക്കാനെന്ന് പറഞ്ഞ ഫെനി കാറിൽ ഹോം സ്റ്റേയിലേക്ക് എത്തിക്കുകയായിരുന്നു. കാലു പിടിച്ചു പറഞ്ഞിട്ടും രാഹുൽ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. തുടർന്ന് വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചു. വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ രാഹുൽ പലതവണ ശ്രമം നടത്തി. വാഹനവുമായി വീടിന് സമീപത്തെത്തി കൂടെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തതായും പേടി കാരണമാണ് ഇവയെല്ലാം സഹിച്ചതെന്നും
വീട്ടിലെ സ്ഥിതി കണക്കിലെടുത്താണ് കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നതെന്നുമാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നത്. രാഹുലുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെയും വാട്സപ്പ് ചാറ്റുകളുടെയും ഡിജിറ്റൽ തെളിവുകളടക്കം യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ പ്രത്യേക ആവശ്യപ്രകാരം അടച്ചിട്ട കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വിശദമായ വാദം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിങ്ങൾക്ക് അനിഷ്ടമാണെന്ന് കണ്ട് ജിന്ന വന്ദേമാതരത്തെ എതിർത്തു. അതോടെ നെഹ്റുവും എതിർത്തിരുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തി. അതേസമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ചവരെ അപമാനിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെന്ന് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകി. വന്ദേമാതരത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി BJP ഉപയോഗിക്കുകയാണെന്ന് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. പ്രകാരം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി തന്നെയാണ് തുടക്കമിട്ടത്. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചതെങ്കിലും നെഹ്റുവിനെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മോദി വിമർശിച്ചത്. വിശ്വവിജയത്തിന്റെ മന്ത്രമാണ് വന്ദേമാതരമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജിന്ന എതിർത്തതോടെ നെഹ്റുവും വന്ദേമാതരത്തെ എതിർക്കുകയായിരുന്നുവെന്ന് കുറ്റപ്പെടുത്തി. लखनऊ से 15 अक्टूबर 1937 को वंदे मातरम के विरुद्ध का नारा बुलंद किया. फिर कांग्रेस के तत्कालीन अध्यक्ष जवाहरलाल नेहरू को अपना सिंहासन डोलता दिखा. അതേസമയം പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ സഭയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇല്ലാതിരുന്നതിനെ BJP വിമർശിച്ചു. എന്നാൽ പിന്നീട് സഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് മറുപടി നൽകി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ വന്ദേമാതരം ചർച്ച ചെയ്യുകയാണ് സർക്കാർ എന്ന് കുറ്റപ്പെടുത്തിയ പ്രിയങ്ക നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തു പറഞ്ഞുവെന്നും സ്വാതന്ത്ര്യസമര സേനാനികളെ മോദി അപമാനിച്ചുവെന്നും കുറ്റപ്പെടുത്തി. जवाहरलाल नेहरू जी की बात है, जितनी देर आपके हमारे प्रधानमंत्री देश के प्रधानमंत्री रहे हैं, 12 साल हो गए हैं, लगभग उतने ही सालों के लिए जवाहरलाल नेहरू जी जेल में रहे. किस लिए? इस देश की आजादी के लिए. उसके बाद 17 साल के लिए प्रधानमंत्री रहे. आप बड़ी आलोचना करते हैं इनकी, लेकिन अगर इन्होंने इसरो नहीं बनाया होता तो आज आपका मंगलयान नहीं होता. अगर DRDO नहीं बनाया होता तो तेजस नहीं बनता. अगर IIT और IIM नहीं बनाए होते तो हम आज IT में आगे नहीं होते. अगर एम्स नहीं बनाया होता तो हम कोरोना की जब बड़ी चुनौती का सामना कैसे करते. തുടർന്ന് സംസാരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കോൺഗ്രസ് നിലപാടുകളെ വിമർശിച്ചു. ഭാരതമാതാവിന്റെ 2 കണ്ണുകളാണ് ദേശീയഗാനവും ദേശീയ ഗീതവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം എല്ലാം തങ്ങളുടെയാക്കാനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണ് വന്ദേമാതരം ചർച്ച എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും സോഷ്യലിസവും BJP അംഗീകരിക്കുന്നുണ്ടോ എന്ന് അഖിലേഷ് യാദവ് ചോദിച്ചു. നെഹ്റുവിനെ അഭിനന്ദിക്കാത്ത BJP ഇനി ആരെയാണ് അഭിനന്ദിക്കുകയെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചോദിച്ചത്. ഏതായാലും വന്ദേമാതരം ചർച്ച ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേട്ടമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൗദിയിൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തെ അപേക്ഷിച്ച് ഈ വർഷം ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 8.6% വളർച്ച രേഖപ്പെടുത്തി. യാത്രക്കാരുടെ എണ്ണം 48 ലക്ഷം കവിഞ്ഞു. വിമാന സർവീസുകളുടെ എണ്ണം 10.6% തോതിൽ വർദ്ധിച്ച് 25,900 ഈ വർഷം ജനുവരി 1 മുതൽ നവംബർ 30 വരെ ജിദ്ദ വിമാനത്താവളത്തിലെ ആകെ യാത്രക്കാരുടെ എണ്ണം 4.8 കോടിയിലെത്തി. 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം യാത്രക്കാരുടെ എണ്ണം 8.9% തോതിൽ വർദ്ധിച്ചു. വിമാന സർവീസുകളുടെ എണ്ണം 2,73,700 ഉയർന്നു. വിമാന സർവീസുകളിൽ 8.2% വളർച്ച രേഖപ്പെടുത്തി. ഡിറ്റ്വ ചുഴലിക്കാറ്റിലും പ്രളയത്തിലും കനത്ത നാശനഷ്ടമുണ്ടായ ശ്രീലങ്കയ്ക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ്. ദുരിതാശ്വാസ സഹായമായി 3.2 കോടി ശ്രീലങ്കൻ രൂപയാണ് ലുലു ഗ്രൂപ്പ് നൽകിയത്. അബുദാബിയിലെ ശ്രീലങ്കൻ എംബസിയിലെത്തി UAEയിലെ ശ്രീലങ്കൻ അംബാസിഡർ അരുഷ കറോയ്ക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ചെക്ക് കൈമാറി. ദുരിതം അനുഭവിക്കുന്ന ശ്രീലങ്കൻ ജനതയുടെ പുനരധിവാസത്തിനായുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് MA യൂസഫ് അലിയുടെ സഹായം. ശ്രീലങ്കയുടെ പുനരധിവാസത്തിനായി എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും ശ്രീലങ്കൻ അംബാസിഡർ അരുഷ കറോയെ
MA യൂസഫ് അലി അറിയിച്ചു. പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ MA യൂസഫ് അലിയുടെ സഹായം കരുത്തേകുമെന്നും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഇതെന്നും ശ്രീലങ്കൻ അംബാസഡർ അരുഷ കൊറെ വ്യക്തമാക്കി. ദുബായിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഷെയറിംഗ് ടാക്സി സേവനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ ഇബൻ ബത്തൂത്ത മാളിൽ നിന്നും അബുദാബി അൽ വഖ്ദ മാളിലേക്കാണ് ഷെയറിംഗ് ടാക്സി സൗകര്യമുള്ളത്. ഈ സർവീസ് ജനപ്രിയമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി സേവനം വിപുലീകരിക്കാൻ ദുബായ് RTA തീരുമാനിക്കുകയായിരുന്നു. ദുബായ് മറീന, ബിസിനസ് ബേ, മെട്രോ സ്റ്റേഷൻ, പാം ജുമൈറ എന്നിവിടങ്ങൾ ബന്ധപ്പെടുത്തി അൽ മക്തൂം വിമാനത്താവളത്തിലേക്കും ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ, അൽ സത്വ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങൾ ബന്ധപ്പെടുത്തി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലേക്കുമാണ് ഷെയറിംഗ് ടാക്സി സേവനം ഏർപ്പെടുത്തുന്നത്. വ്യാജ ടാക്സി സർവീസുകൾ ഇല്ലാതാക്കാനും യാത്രക്കാർക്ക് സുരക്ഷിതമായ സേവനം നൽകാനും ഉദ്ദേശിച്ചാണ് ഈ നീക്കമെന്നും ദുബായ് RTA അറിയിച്ചു. കുവൈറ്റിൽ ബാങ്കുകളിൽ നിന്നും ലോണെടുത്ത് നാട്ടിൽ കഴിയുകയും ദീർഘകാലം തിരിച്ചടവ് മുടങ്ങുകയും ചെയ്താൽ തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിൽ പിടിയിലാകും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അകപ്പെട്ടവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള പുതിയ സംവിധാനത്തിന്റെ ഭാഗമായാണ് നടപടി. ഇതിന്റെ ഭാഗമായി ദീർഘകാലം വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ ബാങ്കുകൾ നടപടി ആരംഭിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് നാട്ടിൽ പോവുകയും ദീർഘകാലം വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തവർക്കെതിരെയാണ് ബാങ്കുകൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തി രാജ്യത്ത് കഴിയുന്നവരും സുരക്ഷാ പരിശോധനയിൽ പിടിയിലാകും. കടബാധ്യതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്നവരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പട്രോളിംഗ് വാഹനങ്ങളിൽ ഈയിടെയാണ് പ്രത്യേക സംവിധാനം സജ്ജീകരിച്ചത്. ഇതിനു പുറമെ അറസ്റ്റ് വാറന്റ് നേരിടുന്നവരെ കണ്ടെത്തുന്നതിന് അതിർത്തി കവാടങ്ങളിലും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ശൈത്യകാല അവധിക്കായി UAE സ്കൂളുകൾ അടയ്ക്കുന്നു. അബുദാബിയിലെ പ്രാദേശിക വിദേശ സിലബസിലുള്ള സ്കൂളുകൾ ഡിസംബർ 19-നും ദുബായിലെ സ്കൂളുകൾ ഡിസംബർ 12-നും അടയ്ക്കും. ജനുവരി 5-നാണ് അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നത്. ഷാർജ, റാസ് അൽ ഖൈമ, ഉമൽ ഖുവൈൻ, അജ്മാൻ, ഫുജൈറ എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് 1 മാസം വരെ അവധി ലഭിക്കും. എന്നാൽ ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രയെ ബാധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ AI സൂചിക പ്രകാരം കൃത്രിമ ബുദ്ധി മേഖലയുടെ വളർച്ചയുടെ കാര്യത്തിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ 5-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 1-ാം സ്ഥാനത്തും എത്തിയതായി റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് AI അനുബന്ധ ജോലികളുടെ വളർച്ചാ നിരക്കിൽ ആഗോളതലത്തിൽ സൗദി അറേബ്യ 3-ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള AI സൂചികയിൽ സൗദി അറേബ്യ മുന്നേറ്റം രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സംഘടിപ്പിക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സീസൺ 2 സാംസ്കാരിക ഉത്സവം ജനുവരി 16-ന് വെള്ളിയാഴ്ച ജിദ്ദ അൽഡിഹാബിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം എക്സിബിഷനും വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറും. സൗദി അറേബ്യയിലേക്കുള്ള അരനൂറ്റാണ്ടത്തെ ഇന്ത്യൻ കുടിയേറ്റത്തിന്റെ കുതിപ്പും കിതപ്പും നാഴികക്കല്ലുകളുമായിരിക്കും പ്രദർശനത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഒപ്പം 5 സഹസ്രാബ്ദങ്ങളിലേക്ക് നീളുന്ന അറബ് ഇന്ത്യ സൗഹൃദ പെരുമയിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യും. പ്രസിഡന്റ് ഹസൻ ചെറൂപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. ഇസ്ഹാഖ് പൂണ്ടോളി, ജലീൽ കണ്ണമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ദുബായിൽ കൂടുതൽ പൊതു പാർക്കുകളും ഹരിത ഇടങ്ങളും ഒരുങ്ങുന്നു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. മദീനത്ത് ലത്തീഫ, അൽ യലാലിസ് എന്നിവിടങ്ങളിലാണ് പുതിയ പാർക്കുകളും നടപ്പാതകളും ഒരുങ്ങുന്നത്. മദീനത്ത് ലത്തീഫയിൽ 12 കിലോമീറ്റർ ചുറ്റളവിൽ 77 പാർക്കുകൾ നിർമ്മിക്കും. അൽ യലാസിയിൽ 75 പൊതുപാർക്കുകളാണ് ഒരുങ്ങുന്നത്. ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സൈക്ലിംഗ് ട്രക്കുകളും നടപ്പാതകളും ഉണ്ടാകും. പൗരന്മാരുടെ ക്ഷേമത്തിനും കുടുംബ ശാക്തീകരണത്തിനും മുൻഗണന നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബിജോയ്സ് ചാമ്പ്യൻസ് കപ്പ് 2025 സീസൺ 1 ഈ മാസം 12 മുതൽ 14 വരെ ഷാർജ അൽ ബതായയിലെ ബിജോയ്സ് ക്രിക്കറ്റ് ക്ലബിൽ നടക്കും. ദുബായ് പോലീസ് അടക്കം 64 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇർഫാൻ പത്താനാണ് ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. വിജയിക്കുന്ന ടീമിന് 500,000 ദിർഹമാണ് സമ്മാനം. റണ്ണറപ്പിന് 400,000 ദിർഹവും പ്രൈസ് മണിയായി ലഭിക്കും. ഹനാൻ ഷാ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ലൈവ് സംഗീത പരിപാടിയും ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ചുണ്ടാകും. ഫുഡ് സ്റ്റാളുകൾ, വിവിധ പ്രദർശനങ്ങൾ എന്നിവയും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു.
പ്രമുഖ സ്വർണ്ണാഭരണ ബ്രാൻഡായ നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 4ാമത്തെ ഷോറൂം അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡിസംബർ 13 വൈകിട്ട് പ്രശസ്ത അഭിനേത്രി തമന്ന ഭാട്ടിയ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാൻഡ് ലോഞ്ചിന്റെ ഭാഗമായി ലക്കി ഡ്രോ കോൺടെസ്റ്റിലൂടെ ജെറ്റു T1 SUV കാറുകൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ജ്വല്ലറി ബ്രാൻഡ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിഷ്കയുടെ ശക്തമായ ചുവടുവയ്പാണ് പുതിയ ഷോറൂമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലിൻ, മാനേജിംഗ് ഡയറക്ടർ റിസ്വാൻ ഷിറാസ്, കോ ചെയർമാൻ VA ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനും പ്രബോധകനുമായ താരിഖ് മുഹമ്മദ് അൽ സ്വാലിഖ് അൽ സുവൈദാന്റെ പൗരത്വം റദ്ദാക്കി. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സ്വബാഖ് സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പൗരത്വം റദ്ദാക്കിയത്. തീരുമാനത്തിന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സുബാഖ് അംഗീകാരം നൽകുകയും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പേരമക്കളും അടക്കമുള്ള 23 ആശ്രിതരുടെ പൗരത്വവും റദ്ദാക്കിയിട്ടുണ്ട്. വ്യാജ വിവരങ്ങളും രേഖകളും സമർപ്പിച്ചാണ് ഇദ്ദേഹം പൗരത്വം നേടിയത്. മതപ്രബോധന രംഗത്ത് രാജ്യത്തെ ഏറ്റവും പ്രമുഖ പണ്ഡിതരിൽ ഒരാളാണ് സുവൈദാൻ. കുവൈറ്റിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ധരാർ അൽ അലി. മഴ ബുധനാഴ്ച വൈകുന്നേരം മുതൽ ശക്തി പ്രാപിക്കുകയും വ്യാഴാഴ്ച രാവിലെ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ മൂടുകയും ദൃശ്യപരത ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നും ധരാർ അൽ അലി അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് നാളെ 1ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് വ്ളാഡിമിർ സെലൻസ്കി. നെതന്യാഹു ട്രംപ് ചർച്ച ഡിസംബറിൽ നടക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുഎസിന്റെ സമാധാന പദ്ധതി നിർദ്ദേശം അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറാകുന്നില്ലെന്ന് ട്രംപിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മറുപടി. റഷ്യയുമായി കരാറിലെത്താനായി തുടർച്ചയായി 3 ദിവസമാണ് ചർച്ചകൾ നടന്നത്. എന്നാൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സെലൻസ്കിക്ക് താൽപ്പര്യമില്ലെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നത്. സർവീസുകൾ മുടങ്ങിയതിൽ വിശദീകരണവുമായി ഇൻഡിഗോ. പ്രതിസന്ധികൾ മുൻകൂട്ടി കണ്ട് പരിഹാരം കാണുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് DGCAക്ക് വിശദീകരണം നൽകി. ജീവനക്കാരുടെ ജോലി സമയം ക്രമീകരിച്ചതും സാങ്കേതിക തകരാറും സർവീസിനെ ബാധിച്ചുവെന്നും CEO, COO എന്നിവർ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതേസമയം സർവീസുകൾ ഇന്നും പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. 562 സർവീസുകൾ റദ്ദാക്കി. അതിനിടെ വിമാന കമ്പനിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രംഗത്തെത്തി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ അയ്യപ്പന് പാലഭിഷേകം നടത്താനുള്ള പാല് സന്നിധാനത്തു നിന്ന് തന്നെയുള്ള ഗോശാലയിൽ നിന്നാണ് എത്തിക്കുന്നത്. മണ്ഡലകാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും ഈ ഗോശാലയിൽ പശുക്കളെ പരിപാലിക്കാനായി ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വാമി അയ്യപ്പനുള്ള വിശിഷ്ടമായ പൂജയാണ് പാലഭിഷേകം. ഇതിനായി സന്നിധാനത്ത് നിന്നുള്ള ഗോശാലയിലെ പാലാണ് ഉപയോഗിക്കുന്നത്. ഈ ഗോശാലയിൽ 17ഓളം പശുക്കളാണുള്ളത്. 3 മണിക്ക് നട തുറക്കുമ്പോഴേക്കും പാലെത്തിക്കണമെങ്കിൽ 1 മണിക്കെങ്കിലും ജീവനക്കാർ ഗോശാലയിൽ ജോലി തുടങ്ങണം. ഒരു 12 മണിയാകുമ്പോൾ തുടങ്ങും, ഉച്ചയ്ക്ക് കഴിക്കില്ല. മറ്റേ 2 മണിയാകുമ്പോൾ തുടങ്ങും, രാത്രി വൈകുന്നേരത്ത്. പുലർച്ചെ 3 മണിക്ക് ഒരു മണിയാകുമ്പോൾ തുടങ്ങും. ബാബുവേട്ടനെ കൂടാതെ ഗോശാലയുടെ തുടക്കം മുതൽ കൂടെയുള്ള മണിയൻ ഉൾപ്പെടെ 8ഓളം ജീവനക്കാരാണ് ഇവിടെയുള്ളത്. മണ്ഡലകാലത്ത് മാത്രമല്ല, അതിനുശേഷം വർഷം മുഴുവൻ പശുക്കളെ കൂടാതെ 4 ആട്, 18ഓളം കോഴികൾ എന്നിവയെല്ലാം ഇവർ പരിപാലിക്കുന്നു. 17 പശുക്കളുണ്ട്, പിന്നെ കോഴികളുണ്ട്, ആടുണ്ട്. മണ്ഡലകാലം കഴിഞ്ഞാൽ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഗോശാലയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇവർക്കാണ്. ക്യാമറാമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം MM രാകേഷ്, അമൃത ന്യൂസ്, സന്നിധാനം.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരങ്ങൾ നാളെ മുതൽ തുടങ്ങും. ആദ്യ മത്സരം ഒഡീഷയിലെ കട്ടക്കിലാണ്. 5 T20 മത്സരങ്ങളാണുള്ളത്. എല്ലാ മത്സരങ്ങളും രാത്രി 7 മണി മുതലാണ് ആരംഭിക്കുക. പരിക്കേറ്റ ശുഭ്മാൻ ഗിൽ ടീമിൽ തിരിച്ചെത്തും. പരിക്ക് മൂലം 2 മാസത്തിലേറെയായി വിട്ടുനിന്ന ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും തിരിച്ചെത്തും. ഡെയിലി ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.